തുള്ളിച്ചതോ? അല്ലല്ല, തുള്ളിച്ചതല്ല, താളിച്ചത്. ശരിക്കും തുള്ളിച്ചതെന്ന് പറഞ്ഞത് ഉണ്ടോ? തുള്ളിച്ചെന്ന് പറഞ്ഞ ഡിഷ് ഉണ്ട്. കരിമീനെ തുള്ളിക്കോ? കരിമീൻ തുള്ളിച്ചത്. അടിപൊളി. ഇതിപ്പോ കരിമീൻ ഇട്ടിട്ടുണ്ടല്ലേ ഇതിനകത്ത്? കരിമീൻ ഇട്ട് മസാലയിട്ട് തേങ്ങാപ്പാലിൽ നമ്മൾ താളിച്ചെടുത്തിരിക്കുകയാണ്. താളിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല കൂട്ട്. പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്ര സാധനം ഇതിൻ്റെ അകത്ത് മിക്സ് ആയിട്ടുള്ള ഒരു ചൂടുണ്ട്. അപ്പൊ ഇതൊന്ന് ചെറുതായി ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ. ചൂടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ. എനിക്കാണെങ്കിൽ കൊതികാരണ രക്ഷയില്ല. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിമീൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അത് നമ്മൾ മസാല ഇടുന്നതും അത് ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കി നല്ല സെറ്റപ്പാക്കിയ ശേഷം നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫുഡ് ആൻഡ് ട്രാവലർ എന്ന് പറഞ്ഞ യൂട്യൂബ് ബ്ലോഗറായ എബിൻ ജോസ് ചേട്ടനാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് എബിൻ ജോസിനെ പരിചയപ്പെടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ കരിമീൻ്റെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിമീൻ വെച്ചുള്ള ഒരു ഐറ്റമാണ്. ഇതിൽ സ്പെഷ്യൽ കുക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെത്തേഡും ഇതിൻ്റെ മസാല എല്ലാം ഒരു ഡിഫറെൻ്റ് ആണ്. നമുക്കിതിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. നല്ല ക്ലീൻ ചെയ്ത കരിമീൻ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് എടുക്കുക. രണ്ട് വശവും നല്ലവണ്ണം വരയുക. ഈ കീറി വെച്ച കരിമീനിലേക്ക് നല്ലവണ്ണം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അത് രണ്ട് കരിമീനിലും നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് നല്ല റോസ്റ്റ് ചെയ്ത കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് കരിമീൻ ഈ ലെമൺ ജ്യൂസും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നല്ലവണ്ണം അങ്ങ് പിടിപ്പിക്കുക. കരിമീനിന് ചുറ്റും അതിലെ നമ്മൾ കീറി വെച്ചിരിക്കുന്ന എല്ലായിടത്തും നല്ല രീതിയിൽ മസാല പിടിപ്പിക്കുക. ഇതാണ് കരിമീൻ താളിച്ചതിന് വേണ്ട സ്പൈസസും മസാലക്കൂട്ടുകളും എല്ലാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇതിനുപയോഗിക്കുന്ന മെയിൻ മസാലക്കൂട്ടുകളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, ഉപ്പ്, ചെറുള്ളി അരിഞ്ഞത്, വത്തലമുളക്, കറിവേപ്പില, കൊടംപുളി, തേങ്ങാക്കൊത്ത്, പച്ചക്കുരുമുളക്, നാരങ്ങ, ഗാർലിക്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന മെത്തേഡിലേക്ക് പോകാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം കറിവേപ്പില, അതിനുശേഷം ചുമന്ന മുളക്, ചെറുള്ളി ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യുക. അത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വരട്ടിയെടുക്കാം. ശേഷം ഈ വരട്ടിയ താളിപ്പിലേക്ക് നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന കരിമീൻ ചട്ടിയിലിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. അതായത് ലൈറ്റായിട്ട് ഗ്രില്ല് ചെയ്യുന്നു. ഈ കരിമീന് ഇച്ചിരിയും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുത്ത് വെക്കും. അതൊരു ചെറിയൊരു കൂട്ടുമസാലയായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു. കരിമീൻ ഒരു പകുതിയായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് കരിമീനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ശേഷം നമ്മൾ ഇതിലേക്ക് നല്ല ശുദ്ധമായ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കരിമീനെ കുറച്ചും കൂടി കുക്ക് ചെയ്യുന്നു, വേവിച്ചെടുക്കുന്നു. കരിമീൻ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകുന്നതായിരിക്കും. കരിമീൻ ഇപ്പോൾ ഓൾമോസ്റ്റ് മുക്കാൽ വെന്തിരിക്കുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഇത് ഒന്ന് സ്ലോലി മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മസാല ഒന്ന് കുക്കാവാനും ശ്രദ്ധിക്കേണ്ടതാണ്.
പയ്യെ പയ്യെ ചട്ടിയിലെടുത്ത് കുക്കാക്കി എടുക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, മീൻ പൊടിയാതെ നോക്കി വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർക്കാം. കാരണം ഇതിൽ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടില്ല. അതിന് പകരം നമ്മളിത് കുടംപുളിയാണ് ഇതിലേക്ക് ഇടുന്നത്. ഓരോന്നായിട്ട് കീറി കീറി ഇതിലിടാം. കൂടെ ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്തും ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് സ്ലോ ഫയർ വെച്ച് മീൻ ഇങ്ങനെ ലൈറ്റായിട്ട് സ്ലോലി കുക്കാക്കി എടുക്കുക. കാരണം കരിമീനായതുകൊണ്ട് നമ്മളിത് സ്ലോലി കുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് പയ്യെ ഇത് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ല കുക്കായി ഡ്രൈ ആയി നല്ല മസാലയും പെരളം പോലെ അങ്ങ് ഇരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനൊരു ഇച്ചിരി കൂടി ജ്യൂസിയും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ചേർന്ന് നല്ല രൂപത്തിലിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ചട്ടി കറക്കി മിക്സ് ചെയ്യാം. അപ്പോൾ അത് മീൻ പൊടിയാതിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചട്ടി കറക്കി ആ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കരിമീൻ തേങ്ങാപ്പാലിൽ താളിച്ചത് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി ചെറിയൊരു മിനുക്ക് പണിയും കൂടെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മളെ ഫുഡ് ആൻഡ് ട്രാവലറിൻ്റെ ബ്ലോഗറായ എബിൻ ചേട്ടനാണ് ലാസ്റ്റത്തെ ആ മിനുക്ക് പണി ചെയ്യുന്നത്. അപ്പോൾ എബിൻ ചേട്ടൻ നമ്മുടെ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം എബിൻ ചേട്ടനെ നമുക്ക് ഇതിലൂടെ പരിചയപ്പെടുകയും ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റത്തെ ഫൈനൽ സ്റ്റേജ് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ എബിൻ ചേട്ടനെ നമുക്ക് കിച്ചണിലേക്ക് വിളിക്കാം. നിബു, നമസ്കാരം. എന്താണ് സ്പെഷ്യൽ? കയറി വരാമല്ലേ? ഇത് ആളി കത്തിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികളാണ്. എന്താണ് സ്പെഷ്യൽ? നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വെച്ചിരിക്കണം എബിൻ ചേട്ടന് വേണ്ടി മാത്രമായിട്ട്. ഇതിലൂടെ ചട്ടിയിലാണ്. ചട്ടിയിലാണ്. ഇത് നമ്മൾ കരിമീൻ തേങ്ങാപ്പാലിൽ താളിച്ചതാണ്. അതിന് എന്നാ എനിക്ക് ഉണ്ടാക്കി തരിക? അത് നമുക്ക് അടുത്തുണ്ടാക്കാം. അപ്പൊ ഇതിപ്പോ കരിമീൻ താളിച്ചതല്ലേ? ഇതിനകത്ത് തേങ്ങാപ്പാലാണോ? തേങ്ങാപ്പാലിലാണ് നമ്മൾ ശരിക്കും ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം തൊട്ടേ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അത് ഇങ്ങനെ കാണാം. ഇപ്പൊ കരിമീൻ ഇട്ടിട്ടുണ്ടല്ലേ ഇതിനകത്ത്? കരിമീൻ ഇട്ട് മസാലയിട്ട് തേങ്ങാപ്പാലിൽ നമ്മൾ താളിച്ചെടുത്തിരിക്കുകയാണ്. താളിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ തേങ്ങാപ്പാൽ ഒഴിക്കണോ? ഇനി ലാസ്റ്റ് നമ്മുടെ ഒരു ചെറിയൊരു കൂട്ടുണ്ട്. ആ കൂട്ടും തേങ്ങാപ്പാലും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതെന്താ സംഭവം? ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല കൂട്ട്. പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്ര സാധനം ഇതിൻ്റെ അകത്ത് മിക്സ് ആയിട്ടുള്ള ഒരു ഇത് ഇതിലേക്ക് നമ്മൾ ഇനി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇടുക. പിന്നെ സന്തോഷമല്ലേ ഉള്ളൂ. അതായത് ആണോ ഈ സാധനം നിബു സ്വന്തം കൈ കൊണ്ട് ചതച്ചെടുത്തതാണ്. ഇതിന്റെ പുറത്തോടെ ചുമ്മാ വിതറിയാ മതി അല്ലേ? നല്ലതായിട്ട് അങ്ങ് വിതറുക. എന്നിട്ട് അത് ആ പച്ചക്കുരുമുളകിന്റെ ഒക്കെ രുചി അന്നേരം വന്നോളൂ അല്ലേ? കറിവേപ്പിലയും ചതച്ചിരിക്കുകയാണ്. അപ്പം ആ കറിവേപ്പിലയുടെ രുചിയും വരും, പച്ചക്കുരുമുളകിന്റെ രുചിയും വരും, വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. അപ്പൊ ആ വെളുത്തുള്ളിയുടെ രുചിയും വരും. കൊള്ളാം, അടിപൊളി. ഇനിയുണ്ടല്ലേ? ഇനിയാണ് നമ്മളെ തേങ്ങാപ്പാല് കറിവേപ്പിലേക്കകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിന്റെ മുകളിലൂടെ ഒന്ന് താളിച്ചെടുക്കണം. തേങ്ങാപ്പാല് കറിവേപ്പിലിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതാ ഇങ്ങനെ അങ്ങനെ അത്ര അങ്ങ് ഇങ്ങനെ അല്ലേ? അതെ അതെ, അങ്ങനെ ലൈറ്റായിട്ട് അങ്ങനെ അങ്ങോട്ട് താളിച്ചാൽ മതി. അപ്പോൾ ഒത്തിരി തേങ്ങാപ്പാലിന്റെ ആവശ്യമാണ്. ഓൾറെഡി തേങ്ങാപ്പാൽ ഉള്ളതാണ് അല്ലേ? അതുകൊണ്ട് ലൈറ്റായിട്ട് മതി. അപ്പൊ ആ തേങ്ങാപ്പാലിന്റെ ക്രീമിഷ് രുചി കിട്ടാനായിട്ടാണ് അവസാനം ലാസ്റ്റ് ഒരു തേങ്ങാപ്പാലിന്റെ ഒരു ഫ്രഷ് രുചി ഉണ്ടല്ലോ, ആ ഫ്രഷ് കോക്കനട്ട് ക്രീമിന്റെ രുചി കിട്ടാനായിട്ട് അവസാനം തേങ്ങാപ്പാൽ ഇങ്ങനെ ഒന്നുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു നിബു. ഇതിനിപ്പോൾ സെർവ് ചെയ്യാൻ റെഡിയാണോ അതോ? അല്ല, ഇനി നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ചൂടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായി ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ? ചൂടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ ഓക്കെ. ഇച്ചിരി ആഞ്ഞു ചുറ്റിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ദശ അടന്ന് പോരരുത്, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അതായത് മീനിന്റെ ദശ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്, പ്രത്യേകിച്ച് കരിമീൻ്റെ ഒക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്പൂണിട്ട് ഇളക്കാതെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ദശ അടന്ന് പോരാതിരിക്കാനാണ്. ഇത് ഇങ്ങനെ ഇച്ചിരി ചാറ് കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചുറ്റിച്ചാൽ അത് നന്നായിട്ട് ചുറ്റി വരും.
പക്ഷേ ഇതിനിപ്പം ഇച്ചിരി ചാറ് കൂടിയത് ഇച്ചിരി കുറുകിയാണ് അല്ലേ? അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ചുരുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇച്ചിരി നാട്ടി വെക്കാം. ഇപ്പം മൂടുകയാണ് ഇത്. ഇനി നമ്മളിത് മൂടി അങ്ങ് വെക്കാം. മൂടി ഇനി നമുക്ക് ഇത് കത്തിക്കാം. ഇത് 1 മിനിറ്റ് ഇനി ഇരുന്നാൽ മാത്രം മതി അല്ലേ? 1 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം. ഓക്കെ. അന്നേരം ഇതിലെല്ലാം എനിക്കാണെങ്കിൽ കൊതികാരണം ഒരു രക്ഷയില്ല. ഇത് കണ്ടിട്ട് തന്നെ ഇതിപ്പം നമുക്ക് അപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, റൈസിൻ്റെ കൂടെ കഴിക്കാം, സ്റ്റാർട്ടറായിട്ട് കഴിക്കാം. ഡയറക്റ്റ് സ്റ്റാർട്ടറായിട്ട് തന്നെ ശരിക്കും കരിമീനൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാണല്ലോ വിരലും കൊണ്ട് ഇങ്ങനെ തോണ്ടി കഴിയുമ്പോൾ അതിൻ്റെ ദശ ഇങ്ങനെയാണ്. അതിൻ്റെ കൂടെ ആ മസാലയുടെ രുചി, ആ തേങ്ങാപ്പാലിൻ്റെ രുചി, നമുക്കത് കഴിക്കാൻ ഇരിക്കും. അങ്ങനെ കരിമീൻ തളിച്ചത് കരിമീനിൽ തേങ്ങാപ്പാൽ തളിച്ചത് അല്ലേ? താളിച്ചത് കരിമീനിൽ തേങ്ങാപ്പാൽ താളിച്ചത് ചട്ടിയിലാക്കി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വറ്റൽമുളക് കാണാം, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്. ഇത് കണ്ടോ, തേങ്ങാക്കൊത്തുണ്ട്. പിന്നെ കുടംപുളിയെ ചേർത്തിട്ടുണ്ട്. കുടംപുള്ളിയുടെ നല്ല വാസന വരുന്നുണ്ടായിരുന്നു. ശരിക്കും പാചകം മുഴുവൻ തന്നെ തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത് അല്ലേ ഷെഫേ? ആ, പാചകം മുഴുവൻ തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് ഇഷ്ടംപോലെ തേങ്ങാക്കൊത്തുണ്ട്, കറിവേപ്പിലയുണ്ട്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ കരിമീൻ്റെ രുചിയും അതുപോലെ തന്നെ കുടംപുള്ളിയുടെ രുചിയും തേങ്ങാപ്പാലിൻ്റെ രുചിയും കൂടെ കൂട്ടിയായിരിക്കും. അതിനകത്ത് പച്ചക്കുരുമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ രുചി വരും അല്ലേ? ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? ഓക്കെ, ഇതിൻ്റെ പുറത്ത് കിടക്കുന്ന ആ വറ്റൽമുളകൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് നമുക്ക് കരിമീൻ്റെ ദശ തന്നെ എടുക്കാം. ഇത് കണ്ടോ, ഇവിടുന്ന് ഇത് കണ്ടോ, കരിമീൻ്റെ ദശ തന്നെ. ഇത് കണ്ടോ, അതിനകത്തൊരു തേങ്ങാക്കൊത്ത് കൂടെ പോന്നിട്ടുണ്ട്. സാരമില്ല, തേങ്ങാക്കൊത്ത് കൂടെ കഴിക്കാനായിട്ട് ഒരു കുത്തല്ല, കൊത്ത്. അടിപൊളി മുള്ളുണ്ടായിരുന്നു. ആ കുടംപുള്ളിയുടെ രുചിയാണ് എടുത്തു പറയേണ്ടത്. കുടംപുള്ളിയുടെ രുചി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ലൈറ്റ് ഫ്ലേവർ, പച്ചക്കുരുമുളകിൻ്റെ രുചിയും കറിവേപ്പിലയുടെ രുചിയും വന്നിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. ചപ്പാത്തിയുടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളിയായിരിക്കും. ഷെഫേ, താങ്ക്സ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ എബിൻ ജോസുമായിട്ടുള്ള നമ്മുടെ കുക്കിംഗ് വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു സെലിബ്രിറ്റിയുമായിട്ട് പുതിയൊരു കുക്കിങ്ങുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.